ഹായ് ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി ഇപ്പോൾ വീടൊക്കെ റെഡിയാക്കി വന്നിട്ട് എന്ന്. ഷീറ്റൊക്കെ പോയിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ കയറൊക്കെ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് ചുറ്റി കെട്ടി വെച്ചേക്കാണ് കേട്ടോ. ഇതിലത്തെ ഷീറ്റുമ്മത്തെ ഒരു സ്ക്രൂ ഒക്കെ ഉണ്ടാവുമല്ലോ, എന്താ പറയുക, ടൈറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവുക, പട്ടികയും ഷീറ്റും കൂടി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ കയറൊക്കെ ഇട്ട് ചുറ്റി കെട്ടിയിട്ടുണ്ട്. പിന്നെ മഴയായി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ, അടിച്ചു വാരുന്ന കാര്യത്തിൽ. എന്താ പറയുക, പിന്നെ എന്താ പറയുക, നമുക്ക് ഫ്രണ്ടിലൊരു മാവുള്ള കാരണം വേനൽക്കാലത്താണെങ്കിൽ തണലുമാണ്, മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഈ ഇലകളുടെ ഇല വീണിട്ട് നിറച്ചടിച്ചു വരാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അടിച്ചു വരാനായിട്ട് നീളമുള്ള ചൂല് പറ്റില്ല കേട്ടോ, കുറ്റിച്ചൂലായിരിക്കും ഏറ്റവും നല്ലത്, എന്നാലേ പെട്ടെന്ന് നീങ്ങി പോവുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചൂലില്ല, ഈ ഒരു പുതിയ ചൂല് തന്നെയാണ് കേട്ടുള്ളത്. ഇല്ല, അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും ചെറുതായിട്ട് വെയിലൊക്കെ അരച്ചിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ രാവിലെ തന്നെ അത് അടിച്ചു വരാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റിയെങ്കിലും നമുക്ക് വോയിസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഈ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പോൾ നമുക്ക് അങ്ങോട്ട് വോയിസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇല്ലാത്ത. കുറച്ച് പേരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ആയിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അങ്ങനെ ഇതേ നമ്മൾ കാലത്ത് തന്നെ അടിച്ചു വാരി, ഒരു ഭാഗമൊക്കെ അടിച്ചു വാരി കേട്ടോ. പിന്നെ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ലുകൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിളിർത്ത് വരും. അതിപ്പോൾ ചെടിയുടെ ഉള്ളിലായാലും നിലത്തായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കാത്ത ഭാഗങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ മുളച്ച് വരും കേട്ടോ. പിന്നെ അതുപോലെ തുണി ഉണക്കുന്ന കാര്യത്തിലും തുണി ഉണക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. നമുക്ക് മുറ്റത്തിടാൻ പറ്റില്ല, അതുപോലെ തന്നെ വീടിൻ്റെ സൈഡിൽ അയക്ക് കെട്ടിയിട്ട് അവിടെ ഒന്നും ഇടാൻ പറ്റില്ല. കാറ്റൊക്കെ ആകുമ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും ആ തുണികൾ മൊത്തം മുറ്റത്തായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലത്തിന് 2-3 അഴയ്ക്ക് അകത്ത് കെട്ടിയിട്ടുണ്ട്, അടുക്കളയിലും ഇറയത്തൊക്കെ ആയിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ റൂമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ആ ഒരു റിസ്ക്കും ഇല്ല. എന്നുവെച്ചാൽ റൂമുണ്ടെങ്കിൽ നമുക്ക് ആ റൂമിലൊക്കെ ഉണക്കാനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കഫക്കെട്ട് വരാൻ, ഈർപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ കഫക്കെട്ട് വരാനും അസുഖങ്ങൾ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കുറേ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, റൂമിലൊക്കെ ഇങ്ങനെ തുണികളൊക്കെ നനച്ച് വിരിച്ചൊക്കെ ഇട്ടിട്ടുള്ളത്. നമ്മൾ അടുക്കളയിലും നമ്മൾ കിടക്കുന്ന റൂമിലല്ലാണ്ട് മറ്റുള്ള റൂമിലായാലും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ മറ്റുള്ള കുട്ടികളുടെ കാര്യം കൂടി ശ്രദ്ധിക്കുക. വലിയ ആൾക്കാരെ പോലെയല്ലല്ലോ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയ കാരണം ആരും കുട്ടികളെ എന്താ പറയുക വേറെ സ്ഥലത്തേക്കും കളിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് വിടാണ്ട് സേഫായിട്ടിരിക്കുക, നല്ലപോലെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഓരോ മഴയുടെ സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ ചില കുട്ടികൾക്ക് എന്താ പറയുക മീൻ പിടിക്കാൻ പോക്കും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ തോന്നുക. അപ്പോൾ അതൊക്കെ ഒന്ന് വീട്ടുകാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഇതിലൊന്നും കുട്ടികളെ വിടാണ്ടും. വീടിൻ്റെ ഉള്ളിലായാൽ തന്നെ ഇപ്പോൾ എന്താ പറയുക ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല കേട്ടോ. കാറ്റും മഴയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ടെറസ് വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത വീടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, ഇപ്പോഴത്തെ വീടൊക്കെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പാറി പോവും, കാറ്റും ഇതൊക്കെ ആകുമ്പോൾ പേടിച്ച് തന്നെ ഇരിക്കണം കേട്ടോ. ഇതിപ്പോൾ എല്ലാ കൊല്ലം നമുക്ക് മഴക്കാലം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. വേനൽക്കാലമാണെന്നുണ്ടെങ്കിലോ ഒടുക്കത്തെ ചൂടും, മഴക്കാലമായി കഴിഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പും, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ. തണുപ്പ് നമുക്ക് പിന്നെയും ക്ഷമിക്കാം, പക്ഷെ ചൂട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. പക്ഷേ കാറ്റൊക്കെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പേടിയുള്ളൊരു സമയം എന്ന് പറയാം കേട്ടോ. ഷീറ്റ് പൊന്തി പോവോ, എന്തായിരിക്കും അവസ്ഥ, വീട് മൊത്തത്തിൽ പറന്നു പോവോ, അങ്ങനത്തെയൊക്കെ ഒരു പേടിയാണ് കേട്ടോ. എന്തായാലും ഇപ്പം കുറച്ച് പേരൊക്കെ കൂടി ഇപ്പോൾ കയറൊക്കെ ഇട്ട് കെട്ടി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ പടച്ചോനെ വിളിച്ചിരിക്കുക, അത്ര തന്നെ. പിന്നെ ഒരു സ്വപ്നവും ആഗ്രഹവുമാണ് ഏതെങ്കിലും ഒരു കാലത്ത് നമുക്കും വീടൊക്കെ റെഡിയാവും എന്നുള്ളൊരു സ്വപ്നം. പടച്ചോൻ എന്നും എന്താ പറയട്ടെ, ആ സ്വപ്നം എന്തെങ്കിലും ഒന്ന് സഫലീകരിച്ച് തരും എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ഇതേ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പപ്പയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അപ്പുറത്ത്
തൊട്ടപ്പുറത്ത് തന്നെ അവരെ ബാത്റൂമിൻ്റെ മുകളിൽ വെള്ള ടാങ്കൊക്കെ വെച്ച കാരണം അത് ഭയങ്കര ഒരു പേടിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. കാറ്റിങ്ങനെ വരുമ്പോൾ ഞാൻ നേരം വെളുക്കുമ്പോൾ ഓടി വന്ന് നോക്കുക, ഇത് എവിടെയെങ്കിലും ചെരിഞ്ഞിട്ടുണ്ടോ വീണിട്ടുണ്ടോ അങ്ങനത്തെ ഒരു പേടിയിലായിരുന്നു. പിന്നെ ഒന്നുമില്ല, ഞാനിവിടെ ഷീറ്റൊക്കെ കെട്ടുന്ന അവരോട് തന്നെ പറഞ്ഞ് അവർ കയറൊക്കെ കെട്ടി വലിച്ച് അപ്പുറത്തെ പറമ്പിലേക്കൊക്കെ വലിച്ചിട്ടു കേട്ടോ. എന്ന് വെച്ചാൽ അപ്പുറത്തും മതിൽ പിന്നെ അവരെ വാട്ടർ ടാങ്കിൻ്റെ ഒരു പേടി ഒക്കെ കൂടിയായിട്ട് പേടിച്ച് മോൾ ഭാഗം തന്നെ കട്ട് ചെയ്ത് പറമ്പിലേക്ക് ഇട്ട് പിന്നെ അടിഭാഗം പിടിച്ച് 2 പേരൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ പപ്പയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താ പറയുക, മതിലിനും കേട് വരരുത്, എല്ലാതും ശ്രദ്ധിച്ച് വേണമല്ലോ ചെയ്യാൻ. അങ്ങനെ അതൊക്കെ ചെയ്തെടുത്തു. പിന്നെ അതെ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നും. അങ്ങനെ ഇതേ നമ്മുടെ അമൃതം പൊടിയുടെ പുട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് അക്ഷയയിലേക്ക് പോകേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കയറൊക്കെ കെട്ടിയിട്ടുള്ള തലേ ദിവസത്തെ ഒരു വീഡിയോയിലാണ്, അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേ പുട്ടൊക്കെ അതേ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമൃതം പൊടിയുടെ പുട്ട് കഴിക്കാത്തവരുണ്ട് എന്ന് പറയുന്നത് കേട്ടു, വീഡിയോയിലൊക്കെ വോയിസ് കേട്ടിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേരൊക്കെ. അമൃതം പൊടി കൊണ്ട് പുട്ട് ഉണ്ടാക്കുമോ, ഇനി ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അവിടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പുട്ടാണ് കേട്ടോ. അമൃതം പൊടി കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിയണ വരെ ഇവർക്ക് ഒന്നരാടം പുട്ട് വേണ്ടി വരും കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും പാൽ ചായ അങ്ങോട്ട് ഉണ്ടാക്കി. ഉമ്മ വന്നപ്പോൾ കുറച്ച് പാൽപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പാൽ ചായ ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തിക്കാച്ചിയത്, അത് ഇവിടെ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചൊരു കറിയാണ് പരിപ്പ് കുത്തിക്കാച്ചി. അത് ഞാനിവിടെ അധികം ഉണ്ടാക്കുന്നത് ഇപ്പോഴുള്ള സമയത്തായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇതേ പരിപ്പൊക്കെ വേവിച്ചവിടെ മാറ്റി വെച്ച് പിന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷം കറിവേപ്പിലും വറ്റൽമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ പൊടിച്ചെടുത്ത് അങ്ങനെ വെച്ചാലും മതി. അതും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ പരിപ്പ് വേവിച്ചതൊക്കെ അതിൽ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് കറി അവിടെ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പപ്പക്കായ, അത് ഈ മരം വെട്ടിയപ്പോൾ കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചനച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അവിടെ പഴുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 2 പപ്പക്കായും കൂടി കിട്ടും. ഞാൻ അധികമൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അടുത്തുള്ളവരോടൊക്കെ വേണോ വെച്ചപ്പോൾ അവർക്ക് ആർക്കും ഇപ്പോൾ ആവശ്യമില്ല. എല്ലാവരുടെ വീട്ടിലും പപ്പക്കായയുടെ തെയ്യൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലാത്തവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പൊട്ടിക്കാറ് പതിവായിട്ട്. അപ്പോൾ അവർക്ക് മഴക്കാലമായ കാരണമൊന്നും ആർക്കും അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് കുത്തി കാച്ചിയ പോലെ തന്നെയാണ് കേട്ടോ പപ്പക്കായ ഉപ്പേരി ആക്കിയത്. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നെങ്കിലും റെഡിയാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ പോയ സമയത്ത് ഓട്ടോയിൽ കയറുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടേക്ക് എത്തിയിട്ടോ. ഞാൻ സാധാരണ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റാറില്ല കേട്ടോ. ഈ പ്രാവശ്യം എന്താ പറ്റിയെന്നറിയില്ല. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു തിരിച്ച് പിടിക്കാനുള്ള ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ആധാർ കാർഡ് എടുക്കാനായിട്ട് ഞാനും സജനത്തെയും പാത്തൂസൊക്കെ കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സജനത്താടെ ഒക്കെ എടുത്ത് കഴിഞ്ഞു. അതിന് ശേഷം സുഡാപ്പീനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. സുഡാപ്പീനോട് അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് ഇല്ലാത്തൊരു സ്റ്റൂളാണ് കേട്ടോ അവിടെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അങ്ങോട്ട് നോക്ക്, കഴുത്ത് തിരിച്ച് പിടിക്കുക, കഴുത്ത് മുകളിലേക്ക് പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു വിധത്തിൽ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ ഇതേ കൈയൊക്കെ ഒന്ന് പഞ്ച് ചെയ്യണമല്ലോ, കയ്യിൻ്റെ പഞ്ചല്ല കയ്യിൻ്റെ ഇതൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ് കേട്ടോ. കുറേ പ്രാവശ്യമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ശരിയാവണത്. കുട്ടികളുടെ കൈയാകുമ്പോൾ വേർപ്പും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അങ്ങനെ റെഡി ആവുന്നേ ഇല്ല കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കൈ ഒന്ന് വെക്കണമല്ലോ. പക്ഷേ സജനത്താടെ കൈ വെച്ച് എല്ലാ വിരലും മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് റെഡി ആയത്. പക്ഷേ എൻ്റെ കൈ വേഗം വെച്ചപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞത് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ കുറുക്കഞ്ചേരി എത്തിയപ്പോൾ സജനത്ത് അവിടെ ഇറങ്ങി. ആൾ വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. ഞാനും ഇത് പാത്തൂസിന് ഇപ്പോൾ അംഗൻവാടിയിലേക്ക് വിടാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതിൽ കുറച്ച് സാധനങ്ങൾ മാലയും വളയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കട്ടെ. ഇപ്പോൾ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ മാല മേടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയ സമയത്താണ് നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ, അതായത് എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് വന്നത് കേട്ടോ. ആ വന്ന സമയത്ത് പാത്തൂസിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് പാത്തൂൻ്റെ തലയിലിടുന്ന സ്ലൈഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ മേടിച്ച മാലയും കാര്യങ്ങളൊക്കെ പിന്നീട് കാണിച്ചു തരാം. ഇതിപ്പോൾ അവർ കൊണ്ടുവന്നതാണ്. അതിൽ പേനയുണ്ട്, കട്ടറുണ്ട്, പിന്നെ കുറച്ച് മിഠായി ഉണ്ട്, പെൻസില്, റബ്ബർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് പാത്തൂസിന് കൊണ്ടുവന്നത്. നല്ല നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു സ്ലൈഡുകളാണ് കേട്ടോ. എന്താ പറയുക, ക്രാബില്ലേ, കുഞ്ഞ് ക്രാബ്, പിന്നെ ഇതേപോലത്തെ ടിക്ക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്.
ആയിരുന്നു കേട്ടോ. പിന്നെ ബാത്തോസിന് 2 സൈഡ് മുടി കെട്ടാനുള്ള ചെറിയ ബണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.